donut with chicks. Good morning. വെൽക്കം ടു ഫുക്കറ്റ്. ഇവിടെ ആക്ച്വലി നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു. വി ആർ ഹിയർ ഇരിക്കുന്നു. ആൻഡ് വി ആർ സം അതർ പീപ്പിൾ. കുറേ അറിയില്ലാത്ത ആൾക്കാർ ബാക്കിലിരിപ്പുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇസ് ഗോയിങ് ടു ഫിഫി ഐലൻഡ്സ്. അവിടെ പോയി എന്താ സംഭവിക്കാൻ പോണേന്ന് വി ഡോണ്ട് നോ, ബട്ട് ദാറ്റ് ഇസ് എ പ്ലാൻ. നമ്മളിന്ന് ഫിഫി പോകുന്നു. ഫിഫി ഐലൻഡ് ടൂറാണ്. അപ്പം അവിടെ ഇവിടെയൊക്കെ കറങ്ങടിച്ച് നടക്കലായിരിക്കും. നമുക്ക് ബീച്ചിലിറങ്ങലും ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ അതൊക്കെ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ടായിരിക്കും. ഇന്നലത്തെ പോലെയല്ല, കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല മടി പിടിച്ചിരിക്കാണ്ട് ഫുൾ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഫിഫി ഐലൻഡ് ടൂറിന് പോകാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ വന്നു. ലൈക്ക് ഇവിടെ നിന്ന് നമ്മളെല്ലാവരും ഒരു കോമൺ ബോട്ടിൽ ആണ് ഐലൻഡിലേക്ക് കൊണ്ടുവന്നത്. സോ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ കുറച്ച് പുറത്ത് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഷോ യു ദ പ്ലേസ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊരു ബോട്ട് വരും, അതിൽ കയറി നമുക്ക് പോകാം. ഇവിടെ ഡ്രസ്സസും കാര്യങ്ങളും മേടിക്കാനുള്ള സ്റ്റോൾസാണ് ഈ കാണുന്നത്. സ്വിം വെയറൊക്കെ ഇവിടെ കിട്ടും. ഇഫ് യു വോണ്ട് യു ക്യാൻ ബൈ ദം ഫ്രം ഹിയർ. ഇതേ നമ്മുടെ ഗൈസ് ഇരിക്കുന്നത്. ഞങ്ങൾ ചാർട്ടർ മറൈൻ എന്ന പറഞ്ഞ ഒരു ടീമിന്റെ കൂടെയാണ് നമ്മൾ ഈ ഐലൻഡ് ടൂർ പോകുന്നത്. വി ആർ ഗോയിങ് ഓൺ ഡിഫറെന്റ് ഒരു ഐലൻഡ് ഹോപ്പിംഗ് പോലെയാണ്. ഒരു 3-4 സ്ഥലത്ത് പോകുന്നുണ്ട്. ഇതിനകത്ത് സ്കൂബ ഡൈവിങ്ങും നമ്മൾ ലോങ് ടെയിൽ ബോട്ടിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അതിനൊക്കെ എക്സ്ട്രാ കാശാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അതിൻ്റെ അത് ലോങ് ടെയിൽ എടുക്കുന്നുണ്ട്. ആൻഡ് സ്നോർക്കലിംഗ് ഇസ് പാക്കേജിൻ്റെ പാർട്ടാണ്. സോ ദാറ്റ് ചെയ്യും. People believe about if you drink the first net every day, it's gonna be like. Okay, ikutan lah. Okay. Yay. ഹലോ, നമ്മളിപ്പോൾ ഫിഫി ഐലൻഡ്സിൻ്റെ ഒരു ലഗൂണിലാണ് വന്നേക്കുന്നത്. ഞാൻ ആ ലഗൂണിൻ്റെ പേര് ആക്ച്വലി മറന്നുപോയി. സി ദിസ് ഇസ് ദ പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇറങ്ങാൻ പാകത്തിന് ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു സാൻഡുള്ള ഏരിയ ഉണ്ട്. അവർ ഇതിനെ ബീച്ച് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് വൈറ്റ് സാൻഡ് ആൻഡ് ദ വാട്ടർ ഇസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് ബ്ലൂ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര ഇഷ്ടമായി. നമ്മളവിടെ നമുക്ക് ഒരു പ്രൈവറ്റ് ബോട്ട് എടുത്തത് നമ്മൾ അവിടെ ഇരിപ്പുണ്ട്. ഇനി എൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. നമുക്കൊരു 1 hour ടൈം 45 minutes അത് ഇറങ്ങാം. അപ്പം ഇത് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അഗെയിൻ നമ്മുടെ സ്പീഡ് ബോട്ടിൽ പോവുള്ളൂ. സോ ഞാൻ പോയി കുറച്ച് നേരം ഇനി ബീച്ചിൽ വെള്ളത്തിൽ എൻജോയ് ചെയ്യട്ടെ. മായാബി ബീച്ച് കാണാൻ പോവാണ് ഞാൻ. ഇവര് പറയുന്നത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ബേബി ഷാർക്സിനെ കാണാമെന്നാണ് ബീച്ചിൽ. ഇവിടെ ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ചുമ്മാ പോയി കാല് നനയ്ക്കാനും ഫോട്ടോ എടുക്കാനും മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനൊരു ഡോക്ക് പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് കേൾക്കും ക്ലൈംബ് അപ്പ് ദി സ്റ്റെയർസ്.
യെസ്, അപ്പോൾ ഞങ്ങൾ മായാബയിൽ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞു. ഐ തിങ്ക് ഇനി അടുത്ത ലൊക്കേഷൻ ഇസ് അഗൈൻ അനദർ ബീച്ച് ആൻഡ് അവിടെയും നമുക്ക് ലഞ്ച് വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഞ്ച് കഴിക്കാം. ആക്ച്വലി ഞങ്ങൾ ഫുഡ് കഴിക്കാനല്ല പോയത്, ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ പോയി. ഇപ്പോഴാണ് എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ബൈ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത ബോട്ട് റൈഡിൽ കയറി ഒരു ഐലൻഡ് വന്നു. ഐലൻഡ് മൊത്തം ചെറിയ സ്റ്റോൾസും ചുമ്മാ അട്ടിയിട്ട പോലെ കുറേ കടകളും കുറേ ബോട്ടുകളും ജെറ്റ് സ്കീ അങ്ങനത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓൾറെഡി ഞങ്ങൾ വെള്ളത്തിൽ നനഞ്ഞു കുളിച്ചിരുന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വിമ്മിങ് സൂട്ടിലോട്ട് മാറി. ഇവിടെ വന്ന് ഞങ്ങൾ ബീച്ചിലിറങ്ങും എന്നുള്ള വിശ്വാസത്തിലാണ് മാറിയില്ലെന്ന് കണ്ടറിയാം. ആൻഡ് വി ഹാവ് coconut. See, coconut with chicks. ഞങ്ങളാണ് ചിക്സ്. ബനാന ന്യൂട്ടല്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് 5. നമുക്കിവിടുന്ന് പോകാറായി. ഞാൻ ഇതുവരെയായിട്ടും ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല. അപ്പം കുറച്ചു നേരം ഇനി ബീച്ചിൽ ഇറങ്ങിയിട്ട് പോവാണ്. ദിസ് വാസ് ദ ലാസ്റ്റ് ലൊക്കേഷൻ. ഇത് ആക്ച്വലി ഒരു ചെറിയൊരു ഐലൻഡാണ്, കുട്ടി ഐലൻഡ് ഇൻ വിച്ച് ദെയർ ആർ ലോട്ട്സ് ഓഫ് സ്റ്റോൾസ്. കുറേ കടകളുണ്ട്, കുറേ ആൾക്കാരും ഉണ്ട്. ദിസ് വാസ് ആക്ച്വലി നോട്ട് പാർട്ട് ഓഫ് ആർ ഐറ്റിനറി. പക്ഷെ ഇത് നമുക്ക് പീഫിയിൽ ഐലൻഡ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. അത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ചെയ്തത്. സോ അവരായിട്ട് നമ്മളെ കൊണ്ടുവന്നതാണ്. ചാർട്ടർ മറൈൻ എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഞാനിനി ബീച്ചിൽ പോട്ടെ. സീ യു ഗൈസ് അറ്റ് നൈറ്റ് ഞാൻ മിക്കവാറും എടുക്കാൻ ചാൻസില്ല. കാരണം we might be possibly going for shopping, food, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. മേ ബി ഐ വിൽ ടേക്ക് സം ക്ലിപ്സ് ആൻഡ് ആഡ് ഇറ്റ് ഇൻ ദി എൻഡ്. ബട്ട് കൂടുതൽ ഡീറ്റെയിൽസും പറച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, ബൈ.